ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് വാങ്ങിയതാണ്. 1 കിലോ ബിരിയാണി, കപ്സ, അതുപോലെ പിന്നെ മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് അല്ലാതെ സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ്. ലുലു മാളിൽ പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. ഇതിന് 2295 രൂപയാണ് വില വരുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൽ കപ്സ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് സവാള, പിന്നെ നല്ല ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് തക്കാളി, പിന്നെ മല്ലിയില അരച്ചത്, പിന്നെ കുരുമുളകും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്തോട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. പിന്നെ കപ്സൻ്റെ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. തക്കാളിയിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതിലേക്ക് 2 ബ്ലാക്ക് ലെമണും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 2 മാഗി കട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചു. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ. പിന്നെ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അരി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെക്കുന്നതിന് മുമ്പുള്ള ഇരട്ടി വെള്ളമാണ് കേട്ടോ. കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കുമ്പോഴേക്കും നമുക്ക് വെള്ളം വറ്റി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും, വെന്ത് കുഴയുകയും ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിൽ ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ, വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തിട്ട് ചൂടോടെ കഴിക്കണം.